ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മുഗൾ 16th to 17th സെഞ്ചുറി ആണ് കേട്ടോ. അപ്പൊ എന്താണ് മുഗൾ റൂൾ എന്ന്, ആ ഒരു കാലഘട്ടം അല്ലെ, 16ാം നൂറ്റാണ്ട് 17ാം നൂറ്റാണ്ടിലെ ഏതൊക്കെ കിങ്സ് ആണ് മുഗൾ പീരീഡിൽ ഭരിച്ചിരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ അനലൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്ലൈഡിലേക്ക് ഓരോ കിങ്ങിന്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു പോവാം. ഏതൊക്കെ കിങ് ആണ് ഓരോ സെഞ്ചുറിയിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോ മക്കള്, നമുക്കൊന്ന് ഓക്കെ. The Mughals created an empire and accomplished what had hitherto seemed possible for only short periods of time. അപ്പൊ എന്താ പറയുന്നത്, ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ആർക്കും ആ ഒരു വലിയൊരു സാമ്രാജ്യം ഭരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യം തന്നെയാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത ഒരു ഭരണാധികാരികളായിരുന്നു ആര്, നമ്മുടെ മുഗൾ രാജാക്കന്മാര്. എന്ന് വെച്ചാൽ വലിയൊരു മാറ്റമാണ് ആ ഒരു റീജിയനില്, ഫുള്ള് വോൾ റീജിയനില് വലിയ മാറ്റമാണ് ഒരു ചെറിയ കാലയളവിൽ ആര് കൊണ്ടുവന്നത് മക്കളെ, ഈ മുഗൾ രാജാക്കന്മാര് കൊണ്ടുവന്നത് അല്ലെ. ഓക്കെ, ആൻഡ് ഫ്രം ദ ലേറ്റർ ഹാഫ് ഓഫ് 16th century അല്ലെ, 16ാം നൂറ്റാണ്ടിന്റെ പകുതിയായപ്പോൾ they expanded their kingdom from Agra to Delhi. അവരുടെ സാമ്രാജ്യം എവിടെ നിന്ന് എവിടെ വരെ എക്സ്പാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. It is from Agra to Delhi. ആഗ്ര മുതൽ ഡൽഹി വരെ അവരുടെ റൂള്, അവരെല്ലാം എന്താണ്, അവിടെയുള്ള റീജിയൻസ് ഒക്കെ അവർ കീഴടക്കി അല്ലെ. ഓക്കെ, until in the 17th century they controlled nearly all of the subcontinent. അങ്ങനെ 17ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോ അവരുടെ അടുത്തുള്ള റീജിയൻസ് ഒക്കെ അവരുടെ കയ്യിലായി അല്ലെ. ഓക്കെ, it is Mughals created an empire and accomplished what had hitherto seemed possible for only short period of time. ഓക്കെ, എന്ന് വെച്ചാൽ മറ്റു ഭരണാധികാരികൾക്ക് പെട്ടെന്ന് കഴിയാൻ പറ്റാത്തതും ആര് ചെയ്തു, ചെറിയ കാലയളവിൽ വലിയ മാറ്റങ്ങളാണ് ആ ഒരു സബ് കോണ്ടിനെന്റില് നമ്മുടെ മുഗൾ രാജാക്കന്മാര് ഭരിച്ചപ്പോ കുറെ അതിന്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇവർ കൈക്കലാക്കി. ഓക്കെ, ഇറ്റ് ഈസ് ഫ്രം ദ ലേറ്റർ ഹാഫ് ഓഫ് 16th century they expanded their kingdom from Agra to Delhi അല്ലെ. അങ്ങനെ 16ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ എത്തിയപ്പോൾ അവർ ആഗ്ര ടു ഡൽഹി വരെയുള്ള സ്ഥലങ്ങൾ അവരുടെ കൈക്കലാക്കി. അതുപോലെ 17th century എത്തിയപ്പോ അവിടെ അടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും, ആ സബ് കോണ്ടിനെന്റിന്റെ എല്ലാ റീജിയൻസും ഇവരുടെ കൈപ്പടിയിലായി അല്ലെ. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാ നോക്കിയാലോ, അവരെങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റിൽ റൂള് ചെയ്തത്. they imposed structures of administration, ideas of governance that outlasted their rule, leaving a political legacy that succeeding rulers of the subcontinent could not ignore. അവർ കൊണ്ടുവന്ന ഒരു സമ്പ്രദായം, ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഘടന എന്ന് പറയുന്നത് മറ്റു രാജാക്കന്മാർക്ക് പോലും എതിരഭിപ്രായം പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു മുഗൾ റൂളേഴ്സ് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്, they imposed the structures of administration and ideas of governance that outlasted their rule, leaving a political legacy that succeeding rulers of subcontinent could not ignore. Okay, what about second point? Today, the Prime Minister of India addresses the nation on Independence Day from the ramparts of Red Fort in Delhi, the residence of the Mughal emperors. ഇന്നാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പൊ സാധാരണ മക്കൾക്ക് അറിയാം, ഇൻഡിപെൻഡൻസ് ഡേ ആവുമ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എവിടെ എത്തും, നമ്മുടെ ഇന്ത്യൻ സിറ്റീസിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് എത്താറ്, ഡൽഹിയിലുള്ള റെഡ് ഫോർട്ടിൽ എത്തും അല്ലെ. എന്നിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേന്റെ എല്ലാ മെസ്സേജും തരുന്നു അല്ലെ, അതൊക്കെയാണ് അവിടെ ഇത്. പക്ഷെ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ആരുടെ അഡ്മിനിസ്ട്രേഷൻ ആണ്, ആരുടെ കീഴിലുള്ളതായിരുന്നു, നമ്മുടെ ഇറ്റ് ഈസ് ദ റെസിഡൻസ് ഓഫ് മുഗൾ എംപയർ. റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റെസിഡൻസ് ഓഫ് മുഗൾ എംപറേഴ്സിന്റെ ഒരു ഇതായിരുന്നു എന്ത്,
റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് അവരുടെ ഒരു ഓണർഷിപ്പിലുള്ള ഒരു സംഗതിയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദേ ഇമ്പോസ്ഡ് സ്ട്രക്ചേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഐഡിയാസ് ഓഫ് ഗവേണൻസ് ദാറ്റ് ഔട്ട്ലാസ്റ്റഡ് ദിയർ റൂൾ, leaving a political legacy that succeeding rulers of subcontinent could not ignore. And today the Prime Minister of India addresses the nation on Independence Day from the ramparts of Red Fort in Delhi, the residence of Mughal Emperor. Okay, ഇനി ആരാണ് ഈ മുഗൾ രാജാക്കന്മാര്, മുഗൾസ് എന്ന് മക്കൾക്ക് അറിയണ്ടേ? ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാലോ. The Mughals were descendants of two great lineages of rulers എന്ന് പറയുമ്പോൾ വളരെ പ്രസിദ്ധമായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള രാജാക്കന്മാരായിരുന്നു ആര് മക്കളെ? മുഗൾസ്, മുഗൾ ചക്രവർത്തിമാര് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. ആൻഡ് ഫ്രം their mother side they were descendants of Genghis Khan, died 1227. അപ്പോ അവര് എന്ന് പറയുന്നത് ഏത് ആളുടെ ഒരു സക്സീഡിങ് റൂളേഴ്സ് ആയിട്ടാണ് ഈ മുഗൾസ് വന്നത്? ഇറ്റ് ഈസ് ജെൻഗീസ് ഖാൻ. ഓക്കെ, ദ മോംഗോൾ റൂളർ ഹു റൂൾഡ് ഓവർ പാർട്സ് ഓഫ് ചൈന ആൻഡ് സെൻട്രൽ ഏഷ്യ. അവരുടെ പിന്മുറക്കാരാണ് ഇവര് മുഗൾസ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ആരുടെ പിന്മുറക്കാര്? It is Genghis Khan, he was died on 1227. The Mongol, it is a Mongol ruler ആയിരുന്നു ആര്? Genghis Khan. അദ്ദേഹം ഭരിച്ചിരുന്നത്, അദ്ദേഹം റൂൾ ചെയ്ത രാജ്യം എന്ന് പറയുന്നത് ചൈന ആൻഡ് സെൻട്രൽ ഏഷ്യ ആയിരുന്നു. ഓക്കെ, അപ്പോ എന്താണ് The Mughals എന്ന് പറയുന്നവർ the descendants of two great lineages of rulers. അവരുടെ പരമ്പര എന്ന് പറയുന്ന ആരുടേതായിരുന്നു? It is Genghis Khan, died on 1227. The Mongol ruler who ruled over the parts of China and Central Asia. Okay, next one. And from the father side, they were the successors of Timur. It is died 1404. എന്ന് വെച്ചാല് ഇവരുടെ അമ്മമാരെ ആ ഒരു കുടുംബം വെച്ച് നോക്കുമ്പോൾ അവരെന്ന് പറയുന്ന ആരുടെ പിന്മുറക്കാരാണ് മുഗൾ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ജെൻഗിസ് ഖാൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ അച്ഛന്റെ കുടുംബത്തിന്റെ നോക്കുമ്പോ ആരുടെ സക്സസേഴ്സ് ആണ് മുഗൾസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ടിമുർ എന്ന് പറയുന്ന രാജാവിന്റെ സക്സസേഴ്സ് ആണ്. ടിമുർ എന്ന് പറയുന്ന രാജാവ് മരിച്ചത് എപ്പോഴാണ്? ഇറ്റ് ഈസ് ഓൺ 1401, 1404 അല്ലെ. ഹി വാസ് എ റൂളർ ഓഫ് ഈ ടിമുർ എന്ന് പറയുന്ന രാജാവ് ഏതൊക്കെ രാജ്യത്തിന്റെ രാജാവായിരുന്നു മക്കളെ? ഇറ്റ് ഈസ് ഇറാൻ, ഇറാഖ് ആൻഡ് മോഡേൺ ഡേ ടർക്കി അല്ലെ. ഇറാൻ, ഇറാഖ് ആൻഡ് ടർക്കി എന്ന് പറയുന്ന സ്ഥലങ്ങളുടെ രാജാവായിരുന്നു ടിമുർ അല്ലെ. ഓക്കെ, however the Mughals did not like to be called Mughal or Mongol. എന്ന് വെച്ചാൽ മംഗോൾ രാജാക്കന്മാരുടെ പിന്മുറക്കാരാണ് മുഗൾസ്. പക്ഷെ മുഗൾ രാജാക്കന്മാർക്ക് ഈ ഒരു പേരിൽ മംഗോൾ എന്ന പേര് ഇഷ്ടമല്ല. ഓക്കെ, അതെന്തുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്തത്? This was because Genghis Khan's memory was associated with the massacre of innumerable people. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവർക്ക് ആ ഗംഗിസ് ഖാൻ എന്ന് പറയുന്ന അവരുടെ ആ ഒരു ആളെ ആലോചിക്കുമ്പോൾ തന്നെ കുറെ ആളുകളെ മെസാക്കർ ചെയ്ത് കൊന്നൊടുക്കിയ രാജാവാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പിന്മുറക്കാരാന്ന് പറയാൻ അവർക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഇറ്റ് വാസ് ഓൾസോ ലിങ്ക്ഡ് വിത്ത് ദ ഉസ്ബെക്സ്, their മംഗോൾ കോമ്പറ്റീറ്റേഴ്സ് അല്ലെ. അവർക്ക് ആ മംഗോൾ ഈ ഒരു ജെൻഗിസ് ഖാന്റെ ഒരു ശത്രുവായിരുന്നു ആര്? ഇറ്റ് ഈസ് ഉസ്ബെക്സ് എന്ന് പറയുന്ന മംഗോൾ കോമ്പറ്റീറ്റേഴ്സ്. ഓക്കെ, അവരുടെ മംഗോൾസിന്റെ ശത്രുക്കളായിരുന്നു ആര്? ഉസ്ബെക്സ് എന്ന് പറയുന്നവര്. പിന്നെയോ on the other hand the Mughals were proud of their Timurid ancestry. അവരുടെ ചരിത്രം അല്ലെ, അവരുടെ പുരാതന ചരിത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? മുഗൾ രാജാക്കന്മാരുടെ പുരാതന ചരിത്രം എന്ന് പറയുന്നത് ഏതാ മക്കളെ? ഇറ്റ് ഈസ് Timurid ancestry. What is Timurid ancestry എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് not least of all because their great ancestor had captured Delhi in 1389. അവരുടെ പിന്മുറക്കാരായിട്ടുള്ള അല്ലെ, അവരുടെ
മുൻപ് ഭരിച്ചിരുന്ന രാജാക്കന്മാര് ഡൽഹി ക്യാപ്ചർ ചെയ്ത വർഷം, ഡൽഹി അവരുടെ കയ്യിലാക്കിയ വർഷം എന്ന് പറയുന്നത് എപ്പോഴാണ് മക്കളെ? 1389, 1389 അല്ലെ? അപ്പൊ എന്താ പറഞ്ഞത്? ദ മുഗൾസ് വെർ പ്രൗഡ്, അവർ അഭിമാനിക്കുന്നു അവരുടെ ചരിത്രമായിട്ടുള്ള ടിമുറിഡ് ആൻസസ്ട്രീനെ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ now we can discuss about മുഗൾ മിലിറ്ററി ക്യാമ്പയിൻസ്. അവരുടെ മിലിറ്ററി ആർമിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാലോ? മുഗൾ രാജാക്കന്മാരുടെ. ഓക്കെ, ഇറ്റ് ഈസ് ബാബർ. മക്കൾക്കറിയോ ബാബർ? he was the first മുഗൾ എംപറർ. ഓക്കെ, ബാബർ ആണ് ആദ്യത്തെ മുഗൾ എംപറർ എന്നറിയപ്പെടുന്ന, മുഗൾ രാജാവ്, ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ബാബർ ആണ് കേട്ടോ. BABUR. അദ്ദേഹത്തിന്റെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഏതൊക്കെ വർഷമായി? 1526 to 1530. 1526 മുതൽ 1530 വരെയാണ് അദ്ദേഹം മുഗൾ രാജാവായിട്ട് ആ രാജ്യം ഭരിച്ചത്. And succeeded to the throne of Farghana in 1494 when he was only 12 years old. ആരുടെ രാജപദവിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ഫർഗാന എന്ന് പറയുന്ന രാജാവിന്റെ എന്താണ് ആ ഒരു കിരീട പദവിയാണ് ബാബറിന് ലഭിച്ചത് അല്ലെ? അപ്പോ അന്ന് ഈ ഒരു ഫസ്റ്റ് മുഗൾ എംപറർ ആയിട്ട് അദ്ദേഹം കാലെടുത്ത് വെക്കുമ്പോ അദ്ദേഹത്തിന്റെ വയസ്സ് 12 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് ബാബർ മുഗൾ എംപറർ, ആദ്യത്തെ മുഗൾ എംപറർ ആയിട്ട് ബാബർ ചുമതലയേറ്റത്. ഓക്കെ, and he was forced to leave his ancestral throne due to the invasion of another Mongol group, the Uzbeks. കുറെ കഴിഞ്ഞപ്പോ ഉസ്ബക്സുമായിട്ട് ഈ മംഗോൾ രാജാക്കന്മാർക്ക് പണ്ടേ ഉസ്ബക്സ് എന്ന് പറയുന്ന കൂട്ടങ്ങളെ കണ്ടുകൂടാ. ഓക്കെ, അപ്പൊ ഇവർക്ക് ഈ ബാബറിന് തന്റെ കിരീടം ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ കാലിൽ വെക്കേണ്ടി വന്നു. ഉസ്ബെക്സുമായിട്ടുള്ള കോമ്പറ്റീഷനിൽ അവരിതായപ്പോ ബാബറിന് തന്റെ ഭരണം അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ബാബർ, ദ ഫസ്റ്റ് മുഗൾ എംപറർ. അദ്ദേഹത്തിന്റെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് എത്ര മുതൽ എത്ര വരെയാണ് മക്കളെ? ഇറ്റ് ഈസ് 1526 to 1530. Succeeded to the throne of Farghana in 1494 when he was only 12 years old. And second point, he was forced to leave his ancestral throne due to the invasion of another Mongol group, it is Uzbeks. Okay, next one. അങ്ങനെ ഉസ്ബെക്സുമായിട്ടുള്ള കോമ്പറ്റീഷൻ അദ്ദേഹത്തിന്റെ ത്രോൺ അദ്ദേഹത്തിന് അയച്ചു വെക്കേണ്ടി വന്നു. ആൻഡ് ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് വാൻഡറിങ്, അങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് ബാബർ ഇങ്ങനെ കളിച്ചു. ആൻഡ് ഹി സീസ്ഡ് കാബൂൾ. അങ്ങനെ 1504 ബാബർ എന്ത് കീഴടക്കി? കാബൂൾ എന്ന് പറയുന്ന നഗരം കീഴടക്കി. എപ്പോഴാണ്? 1504. ഇൻ 1526, 1526 he defeated the Sultan of Delhi, ഇബ്രാഹിം ലോധി. അങ്ങനെ 1526 ബാബർ ഡൽഹി സുൽത്താനായിട്ടുള്ള ഇബ്രാഹിം ലോധിനെ പരാജയപ്പെടുത്തി. എവിടെ വെച്ചിട്ട്? അറ്റ് പാനിപ്പറ്റ്. ആൻഡ് ക്യാപ്ചർ ഡൽഹി ആൻഡ് ആഗ്ര. അങ്ങനെ ഡൽഹി മുതൽ ആഗ്ര വരെയുള്ള റീജിയൻസ് ആരുടെ കീഴിലായി? ബാബറിന്റെ കീഴിലായി അല്ലെ? അതാണ് ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് ബാബേഴ്സ് വാൻഡറിങ് ഹി സീസ്ഡ്. എന്ത് കീഴടക്കി? കാബൂൾ. ഇൻ 1504 ആൻഡ് in 1526 he defeated the Sultan of Delhi. അന്ന് 1526 ഡൽഹിയുടെ സുൽത്താൻ ആരായിരുന്നു? ഇബ്രാഹിം ലോധി ആയിരുന്നു അല്ലെ? അത് ബാബർ ഇദ്ദേഹത്തിന് തോപ്പിച്ച എവിടെ വെച്ചായിരുന്നു? പാനിപ്പറ്റ്, PANIPAT, ആൻഡ് ക്യാപ്ചർ ഡൽഹി ആൻഡ് ആഗ്ര. അങ്ങനെ ബാബർ എന്ത് സ്വന്തമാക്കി? ഡൽഹിയും ആഗ്രയും അദ്ദേഹത്തിന്റെ കയ്യിലാക്കി അല്ലെ? ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മുഗൾ എംപറർ മേജർ ക്യാമ്പയിൻസ് ആൻഡ് ഈവന്റ്സ് ആണ് കേട്ടോ. അപ്പൊ മുഗൾ എംപറേഴ്സിന്, ഓരോ മുഗൾ എംപറേഴ്സ് രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാലോ? ഫസ്റ്റ് മുഗൾ എംപറർ ആരായിരുന്നു മക്കളെ? ബാബർ ആയിരുന്നു അല്ലെ? ബാബറിന്റെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് 1526 to 1530 അല്ലെ? ഓക്കെ, ആൻഡ് ഇൻ 1526 ഭരിച്ചു തുടങ്ങുമ്പോൾ തന്നെ he defeated ഇബ്രാഹിം ലോധി and his Afghan supporters at പാനിപ്പറ്റ്.
എന്ന് വെച്ചാല് അദ്ദേഹത്തിന് ആ രാജ്യപദവി ആദ്യ മുഗൾ എംപറർ ആണ് ആര് മക്കളെ? ബാബർ അല്ലെ. അപ്പൊ ബാബറിന് ആ ഒരു രാജ്യപദവി കിട്ടി, കിരീടം കിട്ടിയപ്പോ തന്നെ ആരെ തോപ്പിച്ചു? പാനിപ്പറ്റില് വെച്ച് ഡൽഹി സുൽത്താനായിട്ടുള്ള ഇബ്രാഹിം ലോധീനെ തോപ്പിച്ചു അല്ലെ. ഓക്കെ, അങ്ങനെ 1527 അല്ലെ, 1526 അദ്ദേഹം ഭരണത്തിലേക്ക് വന്നത്. പിന്നെ അടുത്ത വർഷം 1527 he defeated Rana Sanga Rajput rulers and aliens at Kanawha. അങ്ങനെ കനൗവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് രാജ്പുട്ട് റൂളർ ആയിട്ടുള്ള റാണസംഗേനെ കനൗവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബാബർ തോപ്പിച്ചു. ഏത് വർഷം? ഭരണത്തിലേറിയ അടുത്ത വർഷം 1527. പിന്നെ 1528 അടുത്ത വർഷത്തിൽ എന്താ ഉണ്ടായത്? he defeated the Rajput at Chandari and established the control over Agra and Delhi before his death. ഓക്കെ, 1528 അദ്ദേഹം രാജ്പുട്ട് റൂളേഴ്സിനെ വീണ്ടും തോപ്പിച്ചു. എവിടെ വെച്ച്? ചാണ്ടേരിയിൽ വെച്ചിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ റൂൾ, ബാബറിന്റെ റൂൾ ആഗ്രയിലും ഡൽഹിയിലും വ്യാപിപ്പിച്ചു എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അങ്ങനെ 1526 ബാബർ defeated Ibrahim Lodi and his Afghan supporters at Panipat. 1527 അടുത്ത വർഷത്തിൽ he defeated Rana Sanga Rajput rulers and allies at Kanawha, and 1528 he defeated the Rajput at Chanderi and established control over Agra and Delhi before his death. Okay, ഇനി നെക്സ്റ്റ് സെക്കൻഡ് മുഗൾ റൂളർ ആയിരുന്നു ആര് മക്കളെ? ഹുമയൂൺ ആയിരുന്നു സെക്കൻഡ് മുഗൾ റൂളർ. അദ്ദേഹത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത് എത്ര മുതൽ എത്ര വരെയായിരുന്നു? 1530 to 1540 വരെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പീരീഡ് ഓഫ് റൂളിംഗ് ആയിരുന്നു. പിന്നെ അദ്ദേഹം ഭരിച്ചത് 1555 to 1556 ആണ്. ഓക്കെ, അപ്പൊ ഹുമയൂണിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, റൂളിംഗ് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കിയാലോ. അപ്പോ Humayun divided his inheritance according to the will of his father. അദ്ദേഹത്തിനുള്ള സമ്പത്തൊക്കെ അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ, ഹുമയൂണിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സമ്പത്തൊക്കെ നല്ല രീതിയിൽ വിഭജിച്ചു കൊടുത്തു. His brothers were each given a province. ഓരോ ഏട്ടന്മാർക്കും ഹുമയൂൺ ഓരോ പ്രൊവിൻസ്, ഓരോ റീജിയൻ ഭരിക്കാൻ വേണ്ടി കൊടുത്തു. ഓക്കെ, next point, the ambition of his brother Mirza Kamran weakened Humayun's cause against Afghan competitors. അങ്ങനെ അദ്ദേഹത്തിന്റെ ഏട്ടനായിട്ടുള്ള ഹുമയൂണിന്റെ ഏട്ടൻ മിർസ കാംറാൻ ഹുമയൂണിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അഫ്ഗാൻ കോമ്പറ്റീറ്റേഴ്സിൽ അദ്ദേഹത്തിന് വീക്കൻ ചെയ്യാനുള്ള, തോപ്പിക്കാനുള്ള കുറെ ട്രിക്സ് അദ്ദേഹത്തിന്റെ ബ്രദർ എടുത്തു എന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഹുമയൂൺ divided his inheritance according to the will of his father. His brothers were each given a province. എല്ലാവർക്കും ഹുമയൂൺ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, the ambition of his brother Mirza Kamran weakened Humayun's cause against Afghan competitors. ഈ മിർസ കാംറാന്റെ പണി എന്ന് പറയുന്നത് കൂടുതൽ ഹുമയൂണിനെ ടയേർഡ് ആക്കി. അത് ആ ഒരു ടയർഡ്നെസ് ഏതിലും വന്നു എന്നാ പറയുന്നത്. അത് അദ്ദേഹത്തിന് വീക്കൻ ചെയ്തു. അഫ്ഗാനുമായിട്ടുള്ള കോമ്പറ്റീഷനിൽ അത് അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ ഹുമയൂണിനെ ബാധിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെ നോക്കാം. ഷെർഖാൻ defeated Humayun at Chausa 1539. ഷെർഖാൻ എന്ന് പറയുന്ന റൂളർ ആരെ തോപ്പിച്ചു? നമ്മുടെ ഹുമയൂണിനെ തോപ്പിച്ചു. എവിടെ വെച്ച്? at Chausa. ഏത് വർഷം? at 1539. and Kanauj 1540, forcing him to flee to Iran. ഷെർഖാൻ ഹുമയൂണിനെ ഏതൊക്കെ രണ്ട് സ്ഥലത്ത് നിന്ന് വെച്ച് തോപ്പിച്ചു? ഏതൊക്കെ വർഷം എന്ന് ചോദിച്ചാൽ എന്ത് പറയും മക്കള്? ഷെർഖാൻ defeated Humayun at Chausa. ചൗസ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഷെർഖാൻ ഹുമയൂണിനെ തോപ്പിച്ചത് 1539 1539 അല്ലെ. ആൻഡ് കനൌജിൽ വെച്ചിട്ട് ഷെർഖാൻ ഹുമയൂണിനെ തോപ്പിച്ചത് ഏത് വർഷമാ മക്കളെ? 1540. അങ്ങനെ ആ ഒരു തോൽവിയില് അദ്ദേഹത്തിന് നാട് കടത്തി. എങ്ങോട്ടാണ് നാട് കടത്തിയത്? ഹുമയൂണിനെ ഇറാനിലേക്കാണ് അല്ലെ നാട് കടത്തിയത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇൻ ഇറാൻ. അപ്പോ ഹുമയൂൺ ഇറാനിലെത്തിയപ്പോ എന്തൊക്കെയാ സംഭവങ്ങൾ ഉണ്ടായത് നമുക്ക് നോക്കിയാലോ.
Humayun received help from the Safavid Shah. സഫാവിദ് ഷാ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു പവറില് ഹുമയൂൺ റീക്യാപ്ചർ ഡൽഹി ഇൻ 1555. അങ്ങനെ ഹുമയൂൺ ഡൽഹി സുൽത്താനായിട്ട് വീണ്ടും വാഴാൻ തുടങ്ങി. ഏത് വർഷം? 1555. ബട്ട് ഡൈഡ് ദ നെക്സ്റ്റ് ഇയർ ആഫ്റ്റർ ആക്സിഡന്റ് ഇൻ ദിസ് ബിൽഡിംഗ്. ഈ ഒരു ബിൽഡിംഗിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് അടുത്ത വർഷം തന്നെ ഹുമയൂൺ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഖേദകരം. ഓക്കെ, ഇറ്റ് ഈസ് ഷെർഖാൻ ഡിഫീറ്റഡ് ഹുമയൂൺ അറ്റ് ചൗസ 1539 and Kanauj at 1540, forcing him to flee to Iran. And in Iran, Humayun received help from Safavid Shah and he recaptured Delhi in 1555. But he died. Humayun died at the next year after an accident in this building. Okay. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തേർഡ് മുഗൾ എംപറർ ആരാണ്? മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന അക്ബർ രാജാവിനെ കുറിച്ചാണ് കേട്ടോ. അക്ബർ ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാണ് ഭരിച്ചത് ഡൽഹി? ഇറ്റ് ഈസ് 1556 മുതൽ 1605 വരെയാണ് അക്ബർ ഡൽഹി ഭരിച്ചത്. ഏത് പ്രായത്തിലാണ് ഡൽഹി ഭരിച്ചത് എന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അക്ബർ വാസ് 13 years old when he became the emperor. ഡൽഹിയുടെ ചക്രവർത്തിയായി മാറുമ്പോൾ അക്ബറിന് വയസ്സ് 13 വയസ്സാണ്. ആൻഡ് ഹിസ് റെയിൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 periods. അദ്ദേഹം ഭരിച്ച പീരീഡ് 3ആയി തരംതിരിച്ചിട്ടുണ്ട്. നോക്കിയാലോ, ഇറ്റ് ഈസ് 1556 to 1570. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്? 1556 മുതൽ 1570 വരെയുള്ള കാലഘട്ടം അദ്ദേഹം എന്തൊക്കെ ചെയ്തു? Akbar became independent of the regent Bairam Khan and other members of his domestic staff. Okay. Akbar became independent, സ്വതന്ത്രനായി. എന്തിൽ നിന്ന്? From the regent Bairam Khan and other members of his domestic staff. Okay. And next one. Military campaigns were launched against Suris and other Afghans, against the neighboring kingdoms of Malwa, Gondwana, and to suppress the revolt of his half-brother Mirza Hakim and the Uzbeks. എന്ന് വെച്ചാല് കുറെ റീജിയൻസിലേക്ക് മിലിറ്ററി ക്യാമ്പയിൻസ് ലോഞ്ച് ചെയ്തു. ഏതൊക്കെ റീജിയനിലേക്ക്? ഇറ്റ് ഈസ് ലൈക്ക് സൂറീസ് ആൻഡ് അതർ അഫ്ഗാൻസിനെതിരെ മിലിറ്ററി സംഘർഷം അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി ആർമീനെ അവരെന്ത് ചെയ്തു എന്നാ പറയുന്നത്? അവർക്കെതിരെ വിട്ടു. ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ്. ഇത് ഏത് നൈബറിംഗ് കൺട്രീസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവര് ഈ മിലിറ്ററി ആർമീനെ അക്ബർ കൊണ്ടുവന്നത്? ഇറ്റ് ഈസ് ഫോർ നൈബറിംഗ് കിങ്ഡംസ് ഓഫ് മാൽവ ആൻഡ് ഗോഡ്വാന എന്ന് പറയുന്നത് ഇത് ആർക്കെതിരെയുള്ള ഒരു സംഘർഷമാണ്? മെയിൻലി അക്ബറിന്റെ ഏട്ടനെതിരെയുള്ളതാണ്. ഏട്ടന്റെ പേരെന്താണ്? മിർസ ഹക്കീം ആൻഡ് ഉസ്ബക്സ്. അവർക്കെതിരെയുള്ള ഒരു സംഘർഷമാണ്, ഒരു റിവോൾട്ടാണ് കേട്ടോ അക്ബറിന്റെത്. ആൻഡ് 1568 അങ്ങനെ 1568 the Sisodiya capital of Chittoor was seized. അക്ബർ എന്ത് ചെയ്തു? 1568 സിശോദിയ എന്ന് പറയുന്ന ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള സിശോദിയ അദ്ദേഹത്തിന്റെ കയ്യിലാക്കുകയും 1569 രാംതാംബോർ എന്ന് പറയുന്ന സ്ഥലവും അദ്ദേഹം കീഴടക്കി എന്നാണ് പറയുന്നത് കേട്ടോ. 1568 Sisodiya, the capital of Chittoor, was seized, and in 1569 Ranthambore എന്ന് പറയുന്ന സ്ഥലവും ആര് കീഴടക്കി? അക്ബർ കീഴടക്കി അല്ലെ. Okay, it is the military campaigns were launched against the Suris and Afghans അല്ലെ. മിലിറ്ററി ക്യാമ്പയിൻസ് ആർക്കെതിരെ വിട്ടു എന്നാ പറയുന്നത്? സൂറീസ് ആൻഡ് അഫ്ഗാൻസിനെതിരെ അല്ലെ. ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ്. ഇത് ആർക്കെതിരെയാണ്? ദ നൈബറിംഗ് കിങ്ഡംസ് ആയ രാജാക്കന്മാരായിട്ടുള്ള മാൽവ, ഗോഡ്വാനക്കെതിരെയായിരുന്നു. അവിടെ ആരാണ് ഭരിച്ചിരുന്നത്? ടു സപ്രസ് ഹിസ് ഹാഫ് ബ്രദർ മിർസ ഹക്കീം ആൻഡ് ഉസ്ബക്സ്. ഓക്കെ, അങ്ങനെ 1568 അക്ബർ കൈക്കലാക്കിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ദ സിശോദിയ ക്യാപിറ്റൽ ഓഫ് ചിറ്റൂർ ആൻഡ് ഇൻ 1569 റാന്താംബോർ എന്ന് പറയുന്ന രാജ്യവും കീഴടക്കി.
Okay, the next period of rule of Akbar, 1570 to 1585. 1570 മുതൽ 1585 വരെയുള്ള കാലയളവിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് അക്ബർ കൊണ്ടുവന്നത്? The military campaigns in Gujarat were followed by campaigns in the east in Bihar, Bengal and Orissa. Okay, ഗുജറാത്തിലുള്ള ഈ ഒരു മിലിറ്ററി campaigns in Gujarat were followed by the campaigns. എന്ന് വെച്ചാൽ ഈ ഒരു ഗുജറാത്തിൽ യൂസ് ചെയ്ത അതേ മിലിറ്ററി ക്യാമ്പയിനെയോ ഏതൊക്കെ റീജിയനിലേക്ക് അക്ബർ യൂസ് ചെയ്തു എന്നാ പറയുന്നത്? ഇറ്റ് ഈസ് ഇൻ ബീഹാർ, ബംഗാൾ, ഒറീസ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കും അദ്ദേഹം വ്യാപിപ്പിച്ചു. ആൻഡ് ദിസ് ക്യാമ്പയിൻസ് വെർ കോംപ്ലിക്കേറ്റഡ് ബൈ 1579 to 1580 റിവോൾട്ട് ഇൻ സപ്പോർട്ട് ഓഫ് മിർസ ഹക്കീം. Okay, and these campaigns were complicated in the revolt. അങ്ങനെ ഇതെന്തായി? ഈ ഒരു ക്യാമ്പയിൻസ് വളരെ ബുദ്ധിമുട്ടുള്ളതായി. മറ്റുള്ള സംസ്ഥാനത്തേക്കും ഇവരുടെ അതേ മിലിറ്ററി ക്യാമ്പയിൻസ് മറ്റുള്ള സ്ഥലത്തേക്കും വ്യാപിപ്പിച്ചപ്പോ ഇത് ആരെ സപ്പോർട്ട് ചെയ്യാനുള്ള ക്യാമ്പയിനായി മാറി? നമ്മുടെ അക്ബറിന്റെ ബ്രദർ ആയിട്ടുള്ള മിർസ ഹക്കീമിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള മിലിറ്ററി ക്യാമ്പയിൻസ് വന്നു. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ 1517 to 1585 military campaigns in Gujarat were followed by campaigns in the east in Bihar, Bengal and Orissa. And this campaigns were complicated by revolt in support of Mirza Hakim. ഈ campaigns എന്ന് പറയുന്നത് ആരെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു? ഇത് കൂടുതൽ നമ്മുടെ അക്ബറിന്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള campaigns ആയി മാറി. ഓക്കെ, അങ്ങനെ 1585 മുതൽ 1605 വരെയുള്ള കാലഘട്ടത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു? ഇറ്റ് ഈസ് ദ എക്സ്പാൻഷൻ ഓഫ് അക്ബർസ് എംപയർ. അക്ബറിന്റെ ഒരു എംപയറിന്റെ ഭരണാധികാരത്തിന്റെ ഭരണത്തിന്റെ ഒരു വളർച്ച മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് 1585 to 1605 ആ ഒരു പീരീഡിലാണ് കേട്ടോ. ക്യാമ്പയിൻസ് വെയർ ലോഞ്ച്ഡ് ഇൻ ദ നോർത്ത് വെസ്റ്റ്. പലതരത്തിൽ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ക്യാമ്പയിൻസ്, അതാണ് മിലിറ്ററി ക്യാമ്പയിൻസ് എവിടെയൊക്കെ ഉണ്ടായിരുന്നു? അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്യാമ്പയിൻസ് ഗുജറാത്തിൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബീഹാർ, ബംഗാൾ, ഒറീസയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് റീജിയൻസിലും അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് Kandahar was seized from the Safavids and Kashmir was annexed as also Kabul after the death of Mirza Hakim. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, മിർസ ഹക്കീമിന്റെ കാലം കഴിഞ്ഞു, അദ്ദേഹം മരിച്ചു. അക്ബറിന്റെ ബ്രദർ മരിച്ചതിന് ശേഷം ആ ഒരു സ്ഥലം കൂടെ ആരുടെ കയ്യിലായി? ആര് കീഴടക്കി? നമ്മുടെ അക്ബർ കീഴടക്കിയില്ലേ? അക്ബർ ഏതൊക്കെ സ്ഥലങ്ങൾ കീഴടക്കി? കാണ്ഡഹാർ, സാഫവിഡ്സ് എന്ന് പറയുന്ന റൂളേഴ്സിൽ നിന്ന് കാണ്ഡഹാർ എന്ന് പറയുന്ന സ്ഥലം അക്ബർ കീഴടക്കി. അതുപോലെ തന്നെ കാശ്മീർ എന്ന സ്ഥലവും അക്ബർ കീഴടക്കി അല്ലേ? ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ബ്രദർ മിർസ ഹക്കീം. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ മക്കളെ പറഞ്ഞത്? 1585 to 1605 it was an expansion of Akbar's empire. Campaigns were launched in the northwest regionsലൊക്കെ പലതരത്തിലുള്ള ക്യാമ്പയിൻസ് കൊണ്ടുവന്നിരുന്നു. and Kandahar was seized from the Safavids. കാണ്ഡഹാർ എന്ന് പറയുന്ന റീജിയൻ സാഫാവിദ് എന്ന് പറയുന്ന റൂളേഴ്സിൽ നിന്ന് അക്ബർ കീഴടക്കി. കാശ്മീരും കൈക്കലാക്കി ആര്? അക്ബർ, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ബ്രദർ മിർസ ഹക്കീം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ മക്കള് അക്ബറിനെ കുറിച്ച്. ആൻഡ് ക്യാമ്പയിൻസ് ഇൻ ദ ഡെക്കാൻ സ്റ്റാർട്ടഡ് ആൻഡ് ബറാർ, ഖാൻഡേഷ്, പാർട്സ് ഓഫ് അഹമ്മദ് നഗർ വാസ് ആനക്സ്. പിന്നെ ഏതൊക്കെ രാജ്യങ്ങള് അക്ബർ കീഴടക്കി മക്കളെ? ഇറ്റ് ഈസ് ബറാർ, ഖാൻഡേഷ് and the parts of Ahmad Nagar were under the control of Akbar. It is Berar, Khandesh and parts of Ahmad Nagar become under the control of Akbar. Okay. And in the last years of his reign, അങ്ങനെ അക്ബറിന്റെ ഭരണം തീരാറായി. അപ്പൊ അക്ബർ was distracted by the rebellion of Prince Salim, the future emperor Jahangir. എന്ന് വെച്ചാൽ പിന്നെ അക്ബറിന്റെ ഒരു ഭരണത്തിൽ ഒരു ഡിസ്ട്രാക്ഷൻ വന്നു. ആരായിരുന്നു അത് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ, ഭാവിയിലത്തെ രാജാവാവുന്ന ജഹാംഗീറിൽ നിന്നാണ് ഒരു
ഇടിയേറ്റഡ്. ആർക്ക്? അക്ബറിന് എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ വന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ജഹാംഗീറിന്റെ ഒരു കാലഘട്ടമാണ് അക്ബർ കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോ ജഹാംഗീർ എന്ന് പറയുന്ന രാജാവ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഡൽഹിയിൽ കൊണ്ടുവന്നത് എന്ന് നമുക്ക് നോക്കിയാലോ മക്കളെ. ഇത് ജഹാംഗീറിന്റെ ഒരു റൂൾ എന്ന് പറയുന്ന, ഭരണം എന്ന് പറയുന്നത് ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാണ്? ഇറ്റ് ഈസ് ഫ്രം 1605 to 1627 അല്ലെ, 1605 മുതൽ 1627 വരെയുള്ള കാലയളവിലാണ് ജഹാംഗീർ ഡൽഹി ഭരിച്ചത് അല്ലെ. അപ്പോ and the military campaign started by Akbar was continuing. എന്ന് വെച്ചാൽ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്ന മിലിറ്ററി ക്യാമ്പയിൻസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കട്ടോ ഡൽഹിയില്. The Sisodiya ruler of Mehwar, Amar Singh, accepted Mughal service. അങ്ങനെ സിശോദിയ എന്ന് പറയുന്ന ക്യാപിറ്റൽ അല്ലെ, ആ ഒരു ക്യാപിറ്റൽ റൂളർ ആയിട്ടുള്ള അല്ലെ അമർ സിംഗ് എന്ന് പറയുന്ന റൂളർ ഈ മുഗൾ സർവീസ് ഒക്കെ സ്വീകരിച്ചു കേട്ടോ. അങ്ങനെ ദ ലെസ് സക്സസ്ഫുൾ ക്യാമ്പയിൻസ് അഗെയിൻസ്റ്റ് 6 അഹോംസ് ആൻഡ് അഹമ്മദ് നഗർ ഫോളോഡ്. അങ്ങനെ അത്ര ഉള്ള ക്യാമ്പയിൻസ് ഒക്കെ എല്ലാ സ്ഥലത്തും പരന്നു, സ്പ്രെഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ആൻഡ് ദ പ്രിൻസ് ഖുറാം, ദ ഫ്യൂച്ചർ എംപറർ ഷാജഹാൻ, rebelled in the last years of his reign. ഷാജഹാൻ എന്ത് ചെയ്തു? ജഹാംഗീറിന്റെ ഈ ഒരു ക്യാമ്പയിൻസിനെതിരെ പൊരുതി. And the efforts of Noor Jahan, Jahangir's wife, to marginalize him were unsuccessful. അങ്ങനെ നൂർജഹാൻ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിനെ ജഹാംഗീർ പല വിധത്തിൽ വീഴ്ത്താൻ വേണ്ടി നോക്കി, പക്ഷെ അതത്ര വിജയമായി കണ്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദ പ്രിൻസ് ഖുറാം, പ്രിൻസ് ഖുറാം എന്ന് പറയുന്ന ആരെയാണ്? നമ്മളെ ഷാജഹാനെയാണ് അല്ലെ. ഷാജഹാൻ വലിയ രീതിയിൽ ജഹാംഗീറിനെ തോപ്പിക്കാൻ നോക്കി, പക്ഷെ അത് പറ്റിയില്ല. ഓക്കെ, നൂർജഹാൻ എന്ന് പറയുന്ന ജഹാംഗീറിന്റെ വൈഫും ആരെ തോപ്പിക്കാൻ നോക്കിയിരുന്നു? ആരെയാണ് തോപ്പിക്കാൻ നോക്കിയത്? നൂർജഹാൻ, the Jahangir's wife, also to marginalize him അല്ലെ. ജഹാംഗീറിന്റെ വൈഫും ആരെ? ഈ ഒരു ഷാജഹാനെ വലിയ രീതിയിൽ തോപ്പിക്കാൻ നോക്കി, അതും അൺസക്സസ്ഫുൾ ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷാജഹാനെ കുറിച്ചാണ് കേട്ടോ. ഷാജഹാൻ ഡൽഹി ഭരിച്ച പീരീഡ് എന്ന് പറയുന്നത് 1627 മുതൽ 1658 വരെയുള്ള വർഷമാണ് ഷാജഹാൻ ഡൽഹി ഭരിച്ചത്. ഏത് വർഷമാണ്? 1627 മുതൽ 1658 വരെ. ഓക്കെ, the Mughal campaigns continued in the Deccan under ഷാജഹാൻ. ഓക്കെ, അപ്പോ ഈ മുഗൾ ക്യാമ്പയിന് ഷാജഹാന്റെ നേതൃത്വത്തിൽ പിന്നെ തുടരാൻ തുടങ്ങി അല്ലെ. ഈ പിന്നെന്താണ്? അക്ബറിന്റെ കാലം കഴിഞ്ഞു, ജഹാംഗീറിന്റെ കാലം കഴിഞ്ഞു, ഇനി ഷാജഹാന്റെ കാലാണ് കേട്ടോ. അപ്പൊ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള മിലിറ്ററി ആർമി ക്യാമ്പയിൻസ് എല്ലാ റീജിയൻസിലും അദ്ദേഹത്തിന് വേണ്ടി വ്യാപിപ്പിച്ചു. ദ അഫ്ഗാൻ നോബൽ ഖാൻ ജഹാൻ ലോധി റിബൽഡ് ആൻഡ് വാസ് ഡിഫീറ്റഡ്. ഓക്കെ, അപ്പോ ഈ ഒരു ഷാജഹാന്റെ റൂളിനെതിരെ ആര് വന്നു? ആര് എതിർത്തിട്ടാ വന്നത്? അഫ്ഗാൻ റൂളർ ആയിട്ടുള്ള ജഹാൻ ലോധി ഇതിനെതിരെ വന്നപ്പോ അത് ആര് തോറ്റു? ജഹാൻ ലോധി തന്നെ തോറ്റുപോയി. നെക്സ്റ്റ് പോയിന്റ്, ക്യാമ്പയിൻസ് വെയർ ലോഞ്ച്ഡ് അഗെയിൻസ്റ്റ് അഹമ്മദ് നഗർ. വലിയ രീതിയിലുള്ള ക്യാമ്പയിൻസ് ആർക്കെതിരെ വന്നു എന്നാണ് പറയുന്നത്? ഈ ഒരു അഹമ്മദ് നഗർ. ആരുടെ കയ്യിലാണ് അഹമ്മദ് നഗർ? ഈ ഒരു മുഗൾ ചക്രവർത്തിക്ക് എതിരെ, മുഗൾ ചക്രവർത്തിമാരുടെ കയ്യിലാണ് എന്ത്? അഹമ്മദ് നഗർ അല്ലെ. ആൻഡ് the Bandalas were defeated and Orsh seized. അങ്ങനെ പലതരത്തിലുള്ള ക്യാമ്പയിൻസ് ഇവര് ജഹാൻ ലോധിക്കാര് അഹമ്മദ് നഗറിനെതിരെ കൊണ്ടുവന്നെങ്കിലും അതൊക്കെ പാളിപ്പോയി അല്ലെ. അങ്ങനെ ബുണ്ടേലാസ് were defeated. ബുണ്ടേലാസ് എന്ന് പറയുന്ന സെക്ഷൻ ഓഫ് ഗ്രൂപ്പ് ഇവർക്കെതിരെ വന്നു. മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ഷാജഹാൻ തകർക്കാൻ വന്നു. എന്നിട്ട് അവർ ആ സ്ഥലങ്ങളൊക്കെ ഷാജഹാൻ കീഴടക്കി. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, and in the northwest the campaign to seize Balkh from the Uzbeks was unsuccessful and Kandahar was lost to the Safavid. ഓക്കെ, അങ്ങനെ നോർത്ത് വെസ്റ്റില് ക്യാമ്പയിൻ നടന്നു. ഈ ഒരു ഉസ്ബക്സിൽ നിന്ന് ബാൽക്ക് എന്ന് പറയുന്ന സ്ഥലം ഷാജഹാന് എന്താ ക്യാപ്ചർ ചെയ്യാൻ നോക്കി, പക്ഷെ അത് പറ്റിയില്ല. ആൻഡ് കാണ്ഡഹാർ ആർക്ക് പോയി? ഈ ഒരു സാഫാവിദിന്റെ കയ്യിൽ നിന്ന് കാണ്ഡഹാർ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ഷാജഹാന്റെ കയ്യിലും വന്നു. അങ്ങനെ 1632 കുറെ മിലിറ്ററി ക്യാമ്പയിൻസ് അവർ നടത്തിയതില് അഹമ്മദ് നഗർ ആരുടെ കയ്യിലായി? ഈ ഒരു
ഷാജഹാന്റെ കയ്യിലായി അല്ലെ. ആൻഡ് ദ ബിജാപൂർ ഫോഴ്സസ് sued for peace. Okay, അങ്ങനെ in the northwest the campaign to seize the Balkh from the Uzbek was unsuccessful and Kandahar was lost to Safavid. Okay, and in 1632 Ahmednagar was finally annexed. Ahmednagar 1632 ഈ മുഗൾ രാജാക്കന്മാർ കീഴടക്കി. and Bijapur forces sued for peace. Okay, അങ്ങനെ 1657 മുതൽ 1658 വരെയുള്ള കാലയളവിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത്? There was a conflict over succession amongst Shahjahan's sons. പിന്നെന്താ ഉണ്ടായത്? ഷാജഹാന്റെ കുടുംബത്തില് കച്ചറയായി മക്കള് തമ്മില്. ഏത് വർഷം? 1657 മുതലുള്ള 1658 വരെയുള്ള ടൈം കേട്ടോ. Aurangzeb was victorious and his 3 brothers including Dara Shikoh were killed. ഔറംഗസേബ് എന്ന് പറയുന്ന ആള് എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഓക്കെ, പക്ഷെ അദ്ദേഹത്തിന്റെ 3 ബ്രദേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദാര ഷുക്കോ വെർ കിൽഡ്, ഒരു ഇതില് മരണപ്പെട്ടു. ഓക്കെ, ഷാജഹാൻ വാസ് ഇംപ്രിസൺ ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ഇൻ ആഗ്ര. ഷാജഹാൻ ജയിലുമായി. ഓക്കെ, അങ്ങനെ 1657 to 1658 there was a conflict over the succession amongst Shahjahan's sons. Okay, Aurangzeb was victorious and his 3 brothers including Dara Shikoh were killed. Aurangzeb എന്ന് പറയുന്ന റൂളർ ഒരു നല്ല എല്ലാത്തിനും വിക്ടറി എപ്പോഴും വിജയിച്ചു കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഏട്ടന്മാർ എന്ന് പറയുമ്പോൾ ഓരോ രീതിയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഓരോ സംഘർഷത്തില്. Okay, and Shahjahan was imprisoned for the rest of his life in Agra. ആഗ്രയില് കുറെ ഒരു ഇതുണ്ടായപ്പോ അതില് ആ ഒരു ഇതില് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആരുടെ ജീവിതം? ഷാജഹാന്റെ ജീവിതം. Okay, next ruler we are going to discuss, it is Aurangzeb. അദ്ദേഹത്തിന്റെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത് എപ്പം മുതൽ എപ്പം വരെ മക്കളെ? 1658 to 1707 അല്ലെ. 1658 മുതൽ 1707 ഉള്ള ആ ഒരു കാലയളവ് എന്ന് പറയുന്ന ഔറംഗസേബിന്റെ ഒരു റൂളിംഗ് പീരീഡ് ആയിരുന്നു. ഇൻ ദ നോർത്ത് ഈസ്റ്റ് ദ അഹംസ് വെർ ഡിഫീറ്റഡ് ഇൻ 1663. അങ്ങനെ നോർത്ത് ഈസ്റ്റ് റീജിയനിലെ അഹംസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ആര് ഡിഫീറ്റ് ചെയ്തു? ഔറംഗസേബ് ഡിഫീറ്റ് ചെയ്തു അല്ലെ, തോൽപ്പിച്ചു. ബട്ട് റിബെൽഡ് അഗെയിൻ ഇൻ ദ 1680s. പിന്നെയും ഇവർക്കെതിരെ അവർ റിബൽ ചെയ്തു കേട്ടോ. ആൻഡ് campaigns in the northwest against the Yusufzai and the Sikhs were temporarily successful. Okay, അങ്ങനെ ഇവർ പിന്നെയും ക്യാമ്പയിൻസ് നടത്തി ഔറംഗസേബിന്റെ നേതൃത്വത്തിൽ, പക്ഷെ അത് വിജയിച്ചില്ല കേട്ടോ. അങ്ങനെ മുഗൾസ് ഇന്റർവെൻഷൻ ഇൻ ദ സക്സഷൻ ആൻഡ് ഇന്റേണൽ പൊളിറ്റിക്സ് ഓഫ് റാദർ രാജ്പുട്ട് ഓഫ് മെരാവർ ലെഡ് ടു ദിയർ റിബല്യൻ. ഈ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ഔറംഗസേബ് ഇത്തരത്തിലുള്ള രാജ്പുട്ട് ഓഫ് മർവാർ എന്ന് പറയുന്ന സ്ഥലത്തെ രാജ്പുട്ട് റൂളേഴ്സിന്റെ ഇതിൽ ഇടപെട്ടതായി പിന്നെയുള്ള സംഘർഷങ്ങൾക്കുള്ള കാരണം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് the Ahams were defeated in 1663 but rebelled again in the 1680s. Okay, campaigns in the northwest against the Yusufzai and the Sikhs were temporarily successful. Okay, and the Mughal intervention in the succession and internal politics of the rather Rajput of Marwar led to their rebellion. Okay, അങ്ങനെ ഔറംഗസേബ് മറ്റൊരു മറാത്ത റൂളറുമായിട്ട് സംഘർഷത്തിൽ ആയി. അതായിരുന്നു മറാത്ത ചീഫ്റ്റൻ ആയിട്ടുള്ള ശിവാജി എന്ന് പറയുന്ന ആളുമായിട്ട്. അത് വിജയമായി. ബട്ട് ഔറംഗസേബ് ഇൻസൾട്ടഡ് ശിവാജി ഹു എസ്കേപ്ഡ് ഫ്രം ആഗ്ര, ഡിക്ലെയർഡ് ഹിംസെൽഫ് ആൻ ഇൻഡിപെൻഡന്റ് കിങ്
received his campaign against the Mughals. അങ്ങനെ ഔറംഗസേബ് ശിവാജിയെ ഇൻസൾട്ട് ചെയ്തു. അപ്പോ ശിവാജി എന്തായി, സ്വതന്ത്രനായ ഒരു രാജാവായിട്ട് അവിടെ ഭരിക്കാൻ തുടങ്ങി, മുഗൾ രാജാക്കന്മാർക്കെതിരെ വന്നു എന്നാണ് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാല് മറാത്ത റൂളർ ആയിട്ടുള്ള ശിവാജിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ട്രിക്സ് മുഗൾ റൂളർ ആയിട്ടുള്ള ഔറംഗസേബ് എടുത്തെങ്കിലും നമ്മുടെ ശിവാജി സ്വതന്ത്രനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിട്ട് അവിടെ ഭരിക്കാൻ തുടങ്ങി, ഇവർക്കെതിരെ, മുഗൾ രാജാക്കന്മാർക്കെതിരെ എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ആൻഡ് പ്രിൻസ് അക്ബർ റിബൽഡ് അഗെയിൻസ്റ്റ് ഔറംഗസേബ്. ഔറംഗസേബ് ഇങ്ങനത്തെ കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്ന മട്ടില് അക്ബർ എന്ത് ചെയ്തു, ഇതിനെതിരെ വന്നു. ആൻഡ് റിസീവ്ഡ് സപ്പോർട്ട് ഫ്രം ദ മറാത്ത. ഇത്തരം മറാത്ത റൂളർ ആയിരുന്നല്ലോ ശിവാജി. അപ്പൊ അവരുടെ കൂടെ ചേർന്നിട്ട് ഔറംഗസേബിനെ തോൽപ്പിക്കാൻ വേണ്ടി അക്ബർ നോക്കിട്ടോ. He finally fled to Safavid, Iran. അങ്ങനെ അക്ബർ എങ്ങോട്ട് പോയി, സഫാവിദ് ഇറാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. ആൻഡ് after Akbar's rebellion, Aurangzeb sent armies against the Deccan Sultanate. Okay, അപ്പോ ഈ അക്ബർ ഔറംഗസേബുമായിട്ട് ജഗട തുടങ്ങിയല്ലോ, കച്ചറ തുടങ്ങിയല്ലോ. അപ്പൊ എന്ത് ചെയ്തു, ഔറംഗസേബ് തന്റെ ആർമീനെ എങ്ങോട്ട് അയച്ചു, ഡെക്കാൻ സുൽത്താനേറ്റ്സിൽ അയച്ചു. ബിജാപൂർ വാസ് ആനക്സ്ഡ് ഇൻ 1685. ആർമീനെ അയച്ചിട്ട് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ആരെ കീഴടക്കി, ഔറംഗസേബ് കീഴടക്കി. ഏതൊക്കെ സ്ഥലങ്ങളാണ്? It is Bijapur in 1685 and Golconda in 1687. Okay. And from 1698, 1698, Aurangzeb personally managed campaigns in the Deccan against the Maratha who started guerrilla warfare. അങ്ങനെ 1698 മറാത്താന്റെ ശിവാജി ആണല്ലോ ഔറംഗസേബിനെതിരെ കളിക്കുന്നത്. ഇനി ഇങ്ങനെ എനിക്കെതിരെ തിരിഞ്ഞോരൊന്നും അവിടെ നാക്കണ്ട, ജീവിക്കണ്ട എന്നുള്ള ഇതിൽ ഗറില്ല വാർഫെയർ, ഒരു വലിയ യുദ്ധത്തിന് ആര് തുടക്കമിട്ടു? ഔറംഗസേബ് മറാത്തേഴ്സിനെതിരെ വന്നു. പിന്നെയോ ഔറംഗസേബ് ഓൾസോ ഹാഡ് ടു ഫേസ് റിബല്യൻ ഇൻ നോർത്ത് ഇന്ത്യ of the 6 Jats and Satamis in the northeast of Ahams and the Deccan of Marathas. ഔറംഗസേബിന് ഏതൊക്കെ ആളുകളുടെ സംഘർഷങ്ങൾ ഇനി ഫേസ് ചെയ്യാനുണ്ട്, മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഏതൊക്കെ ആളുകളുമായി കോമ്പറ്റീഷൻ ചെയ്യാനുണ്ട്? സിഖ് ആയിട്ടും, ജാറ്റ് ആയിട്ടും, സാറ്റ്നാമീസ് ആയിട്ടും, ആൻഡ് ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഓഫ് അഹംസ് ആയിട്ടും, ആൻഡ് ഇൻ ദ ഡെക്കാൻ ഓഫ് മറാത്താസ് ആയിട്ടും ഇനി സംഘർഷം ചെയ്യാനുണ്ട്, അല്ലെ ഫൈറ്റ് ചെയ്യാനുണ്ട്. ആൻഡ് ഹിസ് ഡെത്ത് വാസ് ഫോളോഡ് ബൈ എ സക്സഷൻ കോൺഫ്ലിക്ട് അമംഗ്സ്റ്റ് ഹിസ് സൺ. അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മക്കള് ഈ ഒരു ആര് രാജാവാവും എന്നുള്ള രീതിയിൽ ഒരു സംഘർഷമുണ്ട്. അതിലാണ് ആര് മരണപ്പെട്ടത്? ഔറംഗസേബ് മരണപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡൽഹിന്റെ ഏതൊക്കെ റൂളേഴ്സിനെയാണ് നമ്മളിപ്പോ പരിചയപ്പെട്ടത്? It is first one. ഫസ്റ്റ് റൂളർ ആരാ മക്കളെ? ബാബർ ആണ് അല്ലെ, ബാബർ. സെക്കൻഡ് വൺ ബാബർ കഴിഞ്ഞിട്ട് ആരാണ് സെക്കൻഡ് വൺ? അക്ബർ. തേർഡ് വൺ ജഹാംഗീർ. ഫോർത്ത് വൺ ഷാജഹാൻ. പിന്നെ ഫിഫ്ത് വൺ ആരാ മക്കളെ? ഫിഫ്ത് വൺ ബാബർ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ ആൻഡ് ഔറംഗസേബ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡൽഹി റൂളേഴ്സ് ആണ്. ഫസ്റ്റ് എംപറർ ആണ് ആര്? ബാബർ. ഓക്കെ, ഫസ്റ്റ് എംപറർ ആണ് കേട്ടോ. ഫസ്റ്റ് മുഗൾ എംപറർ. ഡൽഹി. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡൽഹി
മക്കൾക്ക് മനസ്സിലാവും. ഓക്കെ, മുഗൾ റൂളേഴ്സിനെ കുറിച്ചാണ്. മുഗൾ റൂളേഴ്സ് അല്ലെ, മുഗൾ റൂളേഴ്സ് ഏതൊക്കെ ആളുകളെ നമ്മൾ പറഞ്ഞത്? ബാബർ ഇസ് ദ ഫസ്റ്റ് മുഗൾ എംപറർ. പിന്നെ നമ്മൾ അക്ബറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആൻഡ് ജഹാംഗീർ, ഷാജഹാൻ ആൻഡ് ഔറംഗസേബ്. ഇത്ര ആളുകളെയാണ് നമ്മൾ ഈ ഒരു സെഷനില് അവരെ കുറിച്ചാണ്, അവര് നയിച്ചിട്ടുള്ള ആർമി അല്ലെ, അവരുടെ മിലിറ്ററി ക്യാമ്പയിൻസ്, അവർ ഏതൊക്കെ റീജിയൻസ് കീഴടക്കി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ മുഗൾ ട്രഡീഷൻ ഓഫ് സക്സഷൻ. എങ്ങനെയാണ് ഓരോരുത്തര് അവരുടെ ഭരണം ഏറ്റെടുക്കുന്നത്, അതിന്റെ മെത്തേഡ്, അതൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം കേട്ടോ. അതുവരെ താങ്ക് യു.